കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ബീഫ് റോസ്റ്റ് ബിരിയാണിയാണ് കേട്ടോ ഇപ്രാവശ്യത്തെ പെരുന്നാൾ സ്പെഷ്യലായിട്ട് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാൻ പലപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് വീട്ടിൽ വരുന്ന ഗസ്റ്റ് ആണെങ്കിലും വീട്ടിലുള്ളവരാണെങ്കിലും ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു ബിരിയാണിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളും ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോഗ്രാം ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബീഫ് നമ്മൾ സാധാരണ ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന പോലെ ഒരുപാട് വലുതായിട്ടല്ല, ഒരു മീഡിയം സൈസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതായിട്ടും കട്ട് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ പീസായിട്ട് എടുക്കാം. അപ്പോൾ ഈ ബീഫ് കഷ്ണങ്ങൾ ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കുക്കറിലാണ് നമ്മളിത് വേവിക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ബീഫ് വേവാൻ വെള്ളം വേണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ നമുക്ക് വെന്ത് കിട്ടും. പക്ഷേ നമുക്ക് കുറച്ച് ബീഫിൻ്റെ സ്റ്റോക്ക് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 കപ്പ് വെള്ളം ചേർത്തത്. എന്നിട്ട് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. എന്നിട്ട് നമ്മുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് അത് വേവിച്ചെടുക്കാം. ഞാനൊരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഒരു 3 സവാള നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ചീനച്ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വളരെ നേരിയതായിട്ട് കട്ട് ചെയ്ത സവാള ഇതിലേക്ക് ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. 3 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാള ഒരു 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് 2-3 പ്രാവശ്യമായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സവാളയുടെ എണ്ണം നമ്മൾ എടുക്കുന്ന അരിയുടെയൊക്കെ അളവിനനുസരിച്ചിട്ടായിരിക്കണം കേട്ടോ. ഞാനിന്ന് 5 കപ്പ് റൈസ് വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് 3 സവാളയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ മസാലയിലും കുറച്ച് സവാള ചേർക്കും. അപ്പോൾ ഇത് സവാളയുടെ കളറൊക്കെ നല്ലോണം മാറി നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവൻ സവാള നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സവാള 3 സവാളയും നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ചൊന്ന് തണുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇതിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ സവാള ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കശുവണ്ടി കൂടി ഫ്രൈ ചെയ്യാം. ഞാൻ കശുവണ്ടി എടുത്തിട്ടില്ല, ഉണക്കമുന്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സവാളയും ഉണക്കമുന്തിരിയും ഒക്കെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ഫ്രൈ ചെയ്ത ഉണക്കമുന്തിരി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു 2-3 ടേബിൾ സ്പൂൺ മാറ്റി വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, വിളമ്പുന്ന സമയത്തൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബാക്കിയുള്ള സവാള മുഴുവനും ഇതുപോലെ നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് സവാള നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയാണ്. മല്ലിയില ഏകദേശം ഒരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വരെ പുതിനയില എടുത്തിട്ടുണ്ട്. പുതിന കുറച്ച് മതിയാവും. അപ്പോൾ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. രണ്ടും ഒരുമിച്ച് നല്ല പൊടി പോലെ കട്ട് ചെയ്ത് ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച സവാളയും കൂടി ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത ഉണക്കമുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം.
ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ചധികം തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-16 അല്ലിയോളം വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 3 കൂട് വെളുത്തുള്ളി എടുത്താൽ മതിയാവും. പിന്നെ വെളുത്തുള്ളിയുടെ പകുതിയോളം ഇഞ്ചിയും ഒരു 12 പച്ചമുളകുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് പേസ്റ്റ് ആവാൻ നിൽക്കണ്ട. ചതച്ചെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 കപ്പ് ജീരകശാല അരിയാണ്. 240 ml അളവിലുള്ള 5 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും അരി വെച്ചിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 8-9 ആളുകൾക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാവും. അപ്പോൾ ഈ അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 20-30 മിനിറ്റ് സമയം ഇങ്ങനെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജീരകശാല അരിക്ക് പകരം ബസ്മതി അരി വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ കൂടുതൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ജീരകശാല അരി വെച്ചിട്ട് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു വെള്ളത്തിലിട്ട് കുതിർന്ന് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ മറ്റുള്ള ചേരുവകളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഒരു 5 വിസിലിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ബീഫ് ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ബീഫ് കഷ്ണങ്ങൾ മാത്രമായിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് ചോറ് വെക്കുന്ന സമയത്ത് ആവശ്യമുണ്ട് കേട്ടോ. അതായത് നമ്മൾ ബീഫ് വേവിച്ച് ഈ വെള്ളം കളയരുത്, അത് നമുക്ക് ചോറിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനായിട്ടാണ് ഞാൻ ബീഫ് വേവിക്കുന്ന സമയത്ത് 1 കപ്പ് വെള്ളം ചേർത്തത്. അപ്പോൾ ബീഫ് കഷ്ണങ്ങൾ മാത്രമായിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വെള്ളവും നമുക്കിവിടെ മാറ്റി വെക്കാം. ചോറ് വെക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച എണ്ണ തന്നെയാണ് ഈ ബിരിയാണിയുടെ ബാക്കി എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിൽ നിന്നും 2 ടീസ്പൂൺ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ പൊതുവേ ബിരിയാണിയിൽ കറിവേപ്പില ചേർക്കാറില്ല, പക്ഷേ ഇത് ബീഫ് റോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു മണത്തിന് വേണ്ടി ചേർത്തതാണ്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ വരെ മുളക് പൊടിയും, ടീസ്പൂണാണ് കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് 1/2 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചോളൂ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ ബീഫിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബീഫ് ചേർത്തിട്ടൊരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് വരെ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് നല്ലതുപോലെ ഇങ്ങനെയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീഫിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് സമയം ഒരു 20-30 സെക്കൻഡ്സ് വരെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ മസാല റെഡിയാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ചൂടായ ഒരു പാനിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. അതിനുശേഷം 3 സവാള അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൊത്തം 6 സവാളയാണ് ഉപയോഗിച്ചത്. 3 സവാള ഫ്രൈ ചെയ്തെടുത്തു, 3 സവാളയാണ് മസാലയിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാള ചേർത്തിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കളർ മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നല്ലോണം മാറി നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുക. നമ്മൾ 2 ടീസ്പൂൺ ബീഫ് റോസ്റ്റ് ചെയ്യാൻ എടുത്തിരുന്നു. ബാക്കി മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് വരെ നല്ലതുപോലെ വഴറ്റുക. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഞാൻ 3 തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് ചേർത്തത്. വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയാവും. അപ്പോൾ തക്കാളി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക.
ഈ സമയത്ത് നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർക്കാം. അപ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കണം, നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കുക. നല്ലതുപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ചേർക്കുക. ഞാനിതിലേക്ക് ഇനി വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ബീഫിൽ വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തു. അത്രയും പൊടികൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും മഞ്ഞൾപ്പൊടി ചേർക്കണ്ടേന്നൊക്കെ. അപ്പോൾ മഞ്ഞൾപ്പൊടി വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ഞാൻ പൊതുവേ ബീഫ് ബിരിയാണിയിൽ അധികം മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. അപ്പോൾ ഞാനിതിലും ചേർക്കുന്നില്ല. അപ്പോൾ ബീഫ് കഷ്ണങ്ങൾ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. 1/4 കപ്പ് തൈരും കൂടി ചേർക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മതിയാവും. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. തൈരും ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ മല്ലിയില, പുതിനയില, അതുപോലെ സവാള ഫ്രൈ ചെയ്തത്, ഉണക്കമുന്തിരി, ഗരം മസാല, ഈ 5 എണ്ണവും ചേർന്ന് ഈ ഒരു മിക്സ് നമുക്ക് പകുതിയിലധികം ഇതിലേക്ക് ചേർക്കാം. ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ദം ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളൂ. ബാക്കി മുഴുവനും മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഗരം മസാല ഉള്ളത് കൊണ്ടാണ് ഞാൻ വേറെ ഗരം മസാലയൊന്നും ഇതിലേക്ക് ചേർക്കാത്തത്. അപ്പോൾ അത് മാത്രമല്ല നമ്മൾ ബീഫിലും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ചേർത്ത ബീഫും മസാലകളും ഒക്കെ കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കൂടി ഈ മസാല ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും അത് റെഡിയാവും. ആ സമയം കൊണ്ട് നമുക്ക് ചോറ് ഉണ്ടാക്കിയെടുക്കാം. ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്ത് വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് പശുവിൻ നെയ്യ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് രണ്ടും ചൂടായി വരുന്ന സമയത്ത് 2 ചെറിയ കഷ്ണം പട്ട, ഒരു 4-5 ഏലക്കായ്, 5-6 ഗ്രാമ്പു, പിന്നെ ഒരു ബേ ലീഫ്, ഇത്രയും ചേർക്കുക. ഇതൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വരെ സവാള കട്ട് ചെയ്തതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് 1 കപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് സ്റ്റോക്കാണ് ഉണ്ടായിരുന്നത് കേട്ടോ. കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അപ്പോൾ 1 കപ്പ് ബീഫ് സ്റ്റോക്ക് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. തണുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കുറേ അധികം നെയ്യ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചധികം എടുത്ത് കളഞ്ഞു. കുറച്ച് നെയ്യ് മാത്രമേ അതിൽ ബാക്കി വെച്ചുള്ളൂ. അപ്പോൾ ഇനി 1 കപ്പ് സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് 6.5 കപ്പ് സാധാരണ വെള്ളമാണ് ചേർക്കേണ്ടത്. കാരണം നമ്മൾ 5 കപ്പ് റൈസാണ് എടുത്തത്. 5 കപ്പ് റൈസിന് നമുക്ക് 7.5 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ വേണ്ടത്. അതിൽ 1 കപ്പ് സ്റ്റോക്ക് ഒഴിച്ചതുകൊണ്ട് ബാക്കി 6.5 കപ്പ് സാധാരണ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഈ വെള്ളം നല്ലതുപോലെ വെട്ടി തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 5 മിനിറ്റ് വരെ ഒന്നുകൂടി നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് മസാല നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മളിതിൽ വെച്ച വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കഴുകി കുതിർത്ത് വെച്ച അരി ഉണ്ടല്ലോ, അതിലെ വെള്ളം മുഴുവൻ നല്ലതുപോലെ കളഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തിളക്കുന്ന വെള്ളത്തിലേക്ക് ചേർക്കുക. അരിയിലൊട്ടും വെള്ളം ഉണ്ടാവരുത്. മുഴുവൻ വെള്ളവും കളഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അരി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഞാനിതിലേക്ക് ഒരു തക്കാളി വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ അടുത്ത് ബീഫ് ബിരിയാണി വെക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിന്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി നേരിയതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഞാനിതിവിടെ അടച്ചു വെക്കുകയാണ്. ഇനി ഇത് ഒന്നുകൂടി നല്ലതുപോലെ തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ അരി ചേർത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് തുറന്നിട്ട് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടച്ച് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട്. അതായത് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതിന് വേവിക്കാൻ വേണ്ടിയിട്ട്. ഒരു 8-10 മിനിറ്റ് സമയം കൊണ്ട് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ അത്രയും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു 9-10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ ചോറ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചൂടോടുകൂടി ഒരുപാട് അങ്ങ് ഇളക്കണ്ട, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി ചേർത്തതുകൊണ്ട് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ദമ്മിടാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലിയൊരു നോൺ സ്റ്റിക്ക് പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും താഴെയായിട്ട് നമ്മൾ റെഡിയാക്കിയ ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഒരുമിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കുറച്ച് നിരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിനി ചോറ് ഇട്ട് കൊടുക്കണം. ചോറ് ആദ്യം പകുതി ഇട്ട് കൊടുക്കുക. പകുതി ചോറ് ആദ്യം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ നമ്മുടെ മല്ലിയില പുതിനയിലൊക്കെ ചേർന്ന ഒരു മിക്സ്, അതിൻ്റെ പകുതി ഈ ചോറിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കളറ് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. കളറ് മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ പാലിൽ കലക്കിയിട്ട് ചേർക്കാം. റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും എസൻസോ ഫ്ലേവറൊക്കെ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർക്കുക. അപ്പോൾ ഇനി നമ്മുടെ ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ച നമ്മുടെ മല്ലിയിലയും പുതിനയിലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ബാക്കി മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടോളൂ, കാരണം ഇനി നമുക്കത് ആവശ്യമൊന്നുമില്ലല്ലോ. മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. എന്നിട്ട് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ, അതായത് നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്ന പോലെ മൈദയൊക്കെ ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനൊരു മട്ടൺ ബിരിയാണിയുടെ റെസിപ്പി അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമാണെങ്കിൽ നോക്കിക്കോളൂ. ഞാനിതിപ്പോൾ സാധാരണ പോലെ ഇത് നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു അടപ്പാണ്, അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. ഒരു 10-15 മിനിറ്റ് വരെ നമുക്കിത് ദം ചെയ്തെടുക്കാം. അങ്ങനെ 15 മിനിറ്റിന് ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കുകയാണ്. നല്ലോണം ആവിയൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, ദമ്മായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് ചൂടോടുകൂടി സെർവ് ചെയ്യാം. അപ്പോൾ ഇത് വിളമ്പുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ ഈ ചോറ് വേറെയും ബീഫ് റോസ്റ്റ് ഒരു സൈഡിലുമായിട്ടാണ് ഈ ഒരു ബീഫ് റോസ്റ്റ് ബിരിയാണി വിളമ്പുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറിലേക്ക് കുറച്ച് ബിരിയാണി മസാലയുടെ ഗ്രേവി ഉണ്ടല്ലോ, അത് മിക്സ് ചെയ്തിട്ട് ഒന്ന് വിളമ്പാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയിൽ നിന്നും കുറച്ച് ഗ്രേവി എടുക്കുക, എന്നിട്ട് ചോറിലേക്ക് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വിളമ്പുന്ന ട്രേയോ പ്ലേറ്റ് ഏതിലാണെങ്കിലും ഒരു സൈഡിൽ ചോറും ഒരു സൈഡിൽ താഴെയുള്ള ബീഫ് റോസ്റ്റും വേറെ വേറെ ആയിട്ട് വിളമ്പുക. വേറെ എന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ വിളമ്പുക. അങ്ങനെയാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ബിരിയാണിയുടെ റൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. മസാലയുടെ ഗ്രേവിയുമായിട്ട് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടാണ് റൈസ് വിളമ്പിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുമാത്രമല്ല, നമ്മൾ റൈസിൽ ഇത് ചേർത്തല്ലോ, ബീഫിൻ്റെ സ്റ്റോക്ക് ചേർത്തല്ലോ, അതുകൊണ്ട് തന്നെ റൈസിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ബീഫ് സ്റ്റോക്ക് ചേർത്തത്. അപ്പോൾ വളരെ രുചിയായിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്